നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജീവ് പുനൂർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ പോളിസിയെ പറ്റിയാണ്. അപ്പോൾ ഈ പോളിസി എടുത്ത ഒരാൾ, ഇപ്പം താങ്കൾ ഒരു പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ താങ്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പോളിസിയായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എങ്കിലും ആദ്യം ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. താങ്കൾ ഇതുവരെ ഒരു പോളിസി എടുത്തില്ലാത്ത ഒരാളാണെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ഏജൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ബ്രാഞ്ചിൽ നിന്നോ ഒരു പോളിസി തീർച്ചയായും എടുക്കണം. നമ്മൾ ഇന്ന് അതിദൂരം ബഹുദൂരം എന്ന് പറയുന്നത് പോലെ പലതരത്തിലുള്ള രോഗപീഠകളിലും പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെയൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ലൈഫിനെ നമ്മൾ ഇൻഷുർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും വിചാരിക്കും ചാവുമ്പോൾ കിട്ടുന്ന പൈസയാണ് LIC എന്ന് പറയുന്നത്. ഒരിക്കലുമല്ല. നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന പൈസയാണ് LIC. പിന്നെ അഥവാ നമുക്ക് എന്തെങ്കിലും റിസ്ക് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചാൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തിക്ക് ഭാഗികമായിട്ടെങ്കിലും അവർക്കൊന്ന് താൽക്കാലികമായെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാനോ ഉള്ള ഒരു എമൗണ്ട് LIC നമ്മൾ കൊടുക്കും. ഒരു പോളിസി എടുത്തുകൊണ്ട് അവിടെ ജീവിതത്തിലെല്ലാം നേട്ടവും പോളിസി കൊടുക്കുന്ന കാര്യമൊന്നുമല്ല. എങ്കിലും ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ എത്രയാണോ എമൗണ്ട് ഒരു കുറച്ച് നാൾ സമ്പാദിക്കുക, ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. മനസ്സിലായി? അതാണ് LIC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സേവിങ്സ് തന്നെയാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിലിരിക്കുന്ന ഫണ്ട് നമ്മൾ പല ബാസ്ക്കറ്റുകൾ നിക്ഷേപിച്ചാൽ മാത്രമേ നമുക്ക് ഫണ്ട് ഇരട്ടിച്ച് കിട്ടുകയുള്ളൂ, സേഫ്റ്റിയും ഉണ്ടാകത്തുള്ളൂ. നമ്മളെല്ലാം ഒരു ബാസ്ക്കറ്റിൽ തന്നെ നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ കാലാനുസൃതമായി എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അത്രയും രൂപ, അത്രയും നാളത്തെ നമ്മുടെ കഷ്ടപ്പാട്, എഫേർട്ട് ഇതെല്ലാം നഷ്ടമാവുകയാണ്. അതേസമയം നമ്മൾ പല ബാസ്ക്കറ്റുകൾ നിക്ഷേപിക്കും, നമുക്ക് സേഫ്റ്റി എന്ന് തോന്നുന്ന, നമുക്ക് സുരക്ഷിതത്വമെന്ന് ഉറപ്പുള്ള 100% ഉറപ്പുള്ള പല ബാസ്ക്കറ്റുകളിൽ നമുക്ക് കിട്ടുന്ന പൈസ നമ്മൾ നിക്ഷേപിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അഥവാ ഒരു ബാസ്ക്കറ്റിൽ എന്തെങ്കിലും പറ്റിയാൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതിനകത്ത് നമുക്ക് നഷ്ടം വരാത്ത ഒരു എമൗണ്ട് കണ്ടെത്താനും നമ്മുടെ ബാക്കി സേവിങ്സ് നഷ്ടമാകാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ നമ്മൾ ഒരു LICയെ പറ്റി തൊട്ടടുത്തുള്ളൊരു ഏജൻറ്റോ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുമ്പം പലരുടെയും ധാരണ ചാകുമ്പോൾ കിട്ടുന്ന പൈസയാണ്. ഒരിക്കലുമല്ല. ചാകുമ്പോൾ കിട്ടുന്ന പൈസയല്ല LIC. അത് ചാകുമ്പോൾ നമുക്ക് തീർച്ചയായും നമ്മുടെ ലൈഫ് കവറേജ് ചെയ്തിരിക്കുന്ന എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടുമെങ്കിലും എപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ആളിൻ്റെ ആവശ്യങ്ങൾ, അത് നമ്മുടെ ഒരു സേവിങ്സ് തന്നെയാണ് LIC എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു. ഒപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ് ഒരു LIC പോളിസി എടുത്ത ഒരു വ്യക്തി ഓർത്തു വെക്കേണ്ടത്. അപ്പം അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പോളിസി എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ, താങ്കൾ ഒരു പോളിസി എടുത്ത ആളാണെങ്കിൽ താങ്കൾ ആദ്യം സൂക്ഷിച്ചു വെക്കേണ്ടത് ആ പോളിസി ബോണ്ടാണ്. ആ പോളിസിയുടെ ബോണ്ട് എവിടെയാണോ സുരക്ഷിതമെന്ന് തോന്നുന്നത് അവിടെ സൂക്ഷിച്ചു വെക്കുകയും ഒപ്പം താങ്കൾക്ക് വിശ്വസനീയമായിട്ടുള്ള ഒരാളോടെങ്കിലും, കുടുംബത്തിലെ ഒരംഗത്തോടെങ്കിലും തീർച്ചയായും പറഞ്ഞിരിക്കണം, ഞാൻ LIC എടുത്തിട്ടുണ്ട്, അത് ഇന്ന സമയത്തെടുത്ത പോളിസിയാണ്, അതിൻ്റെ ബോണ്ട് ഞാൻ ഇന്ന പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഇന്നിടത്താണ് എന്ന് പറഞ്ഞിരിക്കുക. അത് വേറൊന്നും കൊണ്ടല്ല, അത് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും റിസ്ക് സംഭവിച്ച ഒരാൾ അറിയണ്ടേ ഇങ്ങനെ പോളിസി ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മൾ രഹസ്യമായി വെച്ചാൽ ഒരുപക്ഷെ വീട്ടിലുള്ള ഒരാൾ അറിയണം എന്നില്ല. അതുപോലെ തന്നെ LIC പോളിസിയുടെ പ്രീമിയവും അടയ്ക്കേണ്ട തീയതിയും അടയ്ക്കേണ്ട തുകയും ഇതെല്ലാം നമ്മൾ ഫോണിലോ ഡയറിയിലോ ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുക, അത് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ മേൽവിലാസം നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തിരിക്കുക. നമ്മളിപ്പം പോളിസി എടുക്കുന്ന സമയത്തെ മേൽവിലാസത്തിലായിരിക്കത്തില്ല പലരും പിന്നീട് താമസം. അപ്പോൾ ഒരു പുതിയ സ്ഥലത്തേക്ക് മാറി താമസിക്കുമ്പോൾ ആ സ്ഥലത്തെ പെർമനൻറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ ആ സ്ഥലത്തെ അഡ്രസ്സ് തീർച്ചയായും LIC നമ്മൾ അറിയിക്കുകയും പോളിസിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് മേൽവിലാസം മാത്രം പോരാ, ഫോൺ നമ്പർ വേണം, ഇമെയിൽ ID വേണം. ഇന്നത്തെ അപ്ഡേറ്റ് സൗകര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കൊടുത്തിട്ടുണ്ടോ ശ്രദ്ധിക്കുക. നമ്മൾ നോമിനേഷൻ ആരെയാണ്, വൈഫിനെയാണോ, മക്കളെയാണോ, ഭർത്താവിനെയാണോ, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാരെങ്കിലെയാണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോമിനിയെ നമ്മൾ അതിനകത്ത് സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് എല്ലാ പോളിസികളും നെഫ്റ്റ്, അതായത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചില പോളിസികളിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ചില പോളിസികളിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ലോണിൻ്റെ പലിശ കൃത്യമായി അടയ്ക്കാതിരുന്നാൽ പോളിസി ലോൺ തുക ഭാഗികമായി തിരിച്ചടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. 1 വർഷത്തിലേറെ പലിശ അടയ്ക്കാതിരുന്നാൽ സാധാരണ പലിശയും കൂട്ടുപലിശയും LIC ഈടാക്കുന്നതാണ്. പോളിസി ഉടമയുടെ അഡ്രസ്സിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അപേക്ഷയും തിരിച്ചറിയൽ കാർഡും അഡ്രസ് പ്രൂഫ് ഉൾപ്പെടെ LICയുടെ ബ്രാഞ്ചിൽ നമ്മൾ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുപോലെ മെച്യൂരിറ്റി ക്ലെയിം കാലാവധി തീരുന്നതിന് 30 ദിവസം മുമ്പ് തന്നെ നമ്മൾ LIC ഓഫീസിൽ നമ്മൾ അറിയിക്കണം.
മുമ്പ് ഡിസ്ചാർജ് വൗച്ചർ കിട്ടിയിട്ടില്ല എങ്കിൽ അത് നമ്മൾ LIC ഓഫീസിൽ അറിയിച്ച് വൗച്ചർ മേടിക്കുകയും അതെല്ലാം പൂരിപ്പിച്ച് ഉടനെ തന്നെ നമ്മൾ LIC ബ്രാഞ്ചിൽ സബ്മിറ്റ് ചെയ്യുമ്പം നെഫ്റ്റി ഫോം സഹിതം ചേർത്താണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. തൊട്ടടുത്തുള്ള ബ്രാഞ്ചിൽ നമ്മളൊരു പോളിസി ക്ലെയിം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മളെ പോളിസി തന്ന ഏജൻറ്റിനെ അറിയിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള ബ്രാഞ്ചിൽ പോയിട്ട് നമ്മൾ ആ ബോണ്ട് സഹിതം ചെന്നിട്ട് കൊണ്ടുപോയി നമ്മൾ ബ്രാഞ്ചിൽ പറയുക എൻ്റെ ഇന്ന സമയത്ത് തുടങ്ങിയ ഒരു പോളിസി ആയിരുന്നു, ആ പോളിസി ഇപ്പോൾ മെച്യൂരിറ്റി ആയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് അതിനുള്ള പോളിസി സറണ്ടർ ചെയ്ത് നമ്മുടെ ഫണ്ട് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒന്ന് ഏജൻറ്റ് അല്ലെങ്കിൽ ബ്രാഞ്ച് നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധം ചെയ്തു തരുന്നതാണ്. അപ്പം നമ്മൾ LIC പോളിസി എടുത്താൽ മാത്രം പോരാ, LIC പോളിസിയുടെ പ്രാഥമികമായി നമ്മൾ അന്വേഷിച്ചും അറിഞ്ഞും ഒക്കെ വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഏജൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ബ്രാഞ്ചിൽ നിന്നോ അന്വേഷിച്ച് മനസ്സിലാക്കുകയും ഒപ്പം ഇപ്പം ഈ പറഞ്ഞ പോലെയുള്ള പോളിസിയുടെ ബോണ്ട് സഹിതമുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിച്ച് ഉത്തരവാദിത്വപൂർവ്വം നമ്മൾ വെക്കേണ്ടതും, നമ്മൾ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസനീയമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നോമിനി ആരാണ് വെച്ചിരിക്കുന്നത് ആളിനോട് നമ്മൾ ഒരു വട്ടമെങ്കിലും നമ്മൾ സൂചിപ്പിച്ചിരിക്കണം, ഞാൻ ഇതിനോട് പോളിസി എടുത്തിട്ടുണ്ട്, അതിൻ്റെ ബോണ്ടും കാര്യങ്ങളൊക്കെ ഇന്ന സൂക്ഷിച്ചിട്ടുണ്ട്, എനിക്ക് എൻ്റെ പോളിസിയുടെ നോമിനി ഇന്ന ആളാണ് എന്ന് നമ്മളൊന്ന് സൂചിപ്പിച്ച് വെക്കാൻ നല്ലതാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് തൊട്ടടുത്ത് തന്നെ വേറൊരു സബ്ജക്റ്റുമായിട്ട് കണ്ടുമുട്ടാം. അപ്പം അതുപോലെയും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പം LIC പോളിസി ഇതുവരെ ആരും എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഏജൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ബ്രാഞ്ചിൽ നിന്നോ ഒരു പോളിസി എടുക്കേണ്ടതാണ്. ഒക്കെ നമ്മൾ ലൈഫിനെ നമ്മൾ കവറേജ് വെക്കുക. ഒപ്പം തന്നെ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ഇന്ന് പല രോഗങ്ങളും പല പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നാം ഉറപ്പായിട്ടും എടുത്തു വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഹെൽത്തും ലൈഫും ഒക്കെ മസ്റ്റാണ്. ഇപ്പം നമ്മളിവിടെയും അതുപോലെ തന്നെ നമ്മൾ മാറേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ സമ്പാദ്യം എന്ന് പറയുന്നത് പല തരത്തിലെ പല രൂപത്തിൽ നമ്മൾ സേവ് ചെയ്യുമ്പോഴാണ് സമ്പാദ്യം എന്ന് പറയുന്നത്. അല്ല നമ്മളെല്ലാം നമ്മൾ തൊട്ടടുത്ത ബിസിനസ്സിൽ തന്നെ നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് ഏതെങ്കിലും തരത്തിൽ പരാജയമായി കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയും നാളത്തെ കഷ്ടപ്പാട് വെറുതെ ആയിപ്പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധാപൂർവ്വം നമ്മൾ പല ബാസ്ക്കറ്റുകളിലായിട്ട് നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണ്. അപ്പം അതാണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും നഷ്ടം വന്നാലും നമുക്ക് കുറച്ച് ബാസ്ക്കറ്റിലെ ഫണ്ടെങ്കിലും നമുക്ക് പ്രയോജനകരമായിട്ട് നമുക്കൊരു ആശ്വാസകരമായിട്ട് നമ്മുടെ കയ്യിലുണ്ടാവും എന്നെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.